അത് ശരത്തിൻ്റെ ബ്രില്യൻസ് ആണ് ഉറപ്പായിട്ട്. നമ്മളൊരു സംവിധായകനെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത്, ഞാനിപ്പം സിനിമയിൽ ഡയറക്ടറായിട്ടും ആക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും ഒക്കെ പല രീതിയിൽ വർക്ക് ചെയ്യും. എനിക്ക് എൻ്റെ ഒരു പെർഫോമൻസ് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ എനിക്ക് കോൺഫിഡൻസ് ചോരുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാക്സിമം കാണാതിരിക്കാനാണ് ശ്രമിക്കുക. ശരത്ത് നല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അതേപോലെ ചെയ്യും. കുറച്ചും കൂടെ കയറ്റാൻ പറഞ്ഞാൽ കയറ്റും, കുറച്ചും കൂടെ ഇറക്കാൻ പറഞ്ഞാൽ ഇറക്കും. അങ്ങനെ അഭിനയിക്കുന്ന ഒരു ആക്ടറാണ്. ഉള്ളൊരു സംവിധായകനായിട്ട് ദിലീഷ് പോത്തനെ തോന്നിയിട്ടുണ്ട് പേഴ്സണലി. കാരണം എടുക്കുന്ന ഓരോ സിനിമകളാണ്, എണ്ണം പറഞ്ഞ സിനിമകൾ എന്ന് പറയുന്നത് പോലെ. അത് ചൂസ് ചെയ്താണ് എടുക്കുന്നത്, അല്ലാതെയാണോ എന്നൊന്നും അറിയില്ല. പോത്തേട്ടൻ ബ്രില്യൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഭയങ്കര വൈറലാണ്. ഏത് സിനിമ ഇറങ്ങുമ്പോഴും എന്തെങ്കിലും പോത്തേട്ടൻ ബ്രില്യൻസ് അതിലുണ്ടാകും എന്നുള്ളൊരു ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. വർക്ക് ചെയ്യിപ്പിക്കുന്നത് മറ്റൊരു സംവിധായകൻ്റെ സിനിമയിൽ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഔസേപ്പിൻ്റെ ഔസ്യത്ത്, അത് ശരത്തിൻ്റെ ബ്രില്യൻസ് ആണ് ഉറപ്പായിട്ട്. നമ്മളൊരു സംവിധായകനെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത്, ഞാനിപ്പം സിനിമയിൽ ഡയറക്ടറായിട്ടും ആക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും ഒക്കെ പല രീതിയിൽ വർക്ക് ചെയ്യലുണ്ട്. അപ്പം നമ്മൾ ഓരോ രീതിയിലും ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പം ഓരോ രീതിയിലാണ് കേൾക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് കൺസീവ് ചെയ്യാറ്. ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കഥ കേൾക്കുന്നവരല്ല ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കഥ കേൾക്കുന്നത്. അതുപോലെയല്ല ഞാനൊരു ആക്ട് ചെയ്യാൻ വേണ്ടി ഒരു കഥ കേൾക്കുന്നത്. അപ്പം നമ്മൾ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു കഥ കേൾക്കുമ്പോഴത്തേക്കും അതിൻ്റെ സാധ്യതകൾ വേറെയാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്നാണ് ഞാനതിന്. കാരണം നമ്മളുടെ ഒരു പെർഫോമൻസിനെ ജഡ്ജ് ചെയ്യേണ്ട ആളാണ് സംവിധായകൻ. നമ്മൾ അയാളെ വിശ്വസിക്കുക എന്നുള്ളത് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ശരത്ത് തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഒരു പെർഫോമൻസ് നല്ലതാണോ മോശമാണോ എന്ന് പറയുന്നത് ശരത്താണ്. ശരത്തിനോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, ഞാൻ മോണിറ്ററിൽ പോയിട്ടൊരു റീടേക്ക് പോലും അല്ലെങ്കിൽ പ്ലേ ബാക്ക് പോലും അങ്ങനെ കാണാറില്ല. വലിയ മണ്ടത്തരങ്ങൾ എന്തോ കാണിച്ചോന്ന് എനിക്കൊരു സംശയം തോന്നിയാൽ മാത്രം ഞാനൊന്ന് പോയി ചെക്ക് ചെയ്യും എന്നുള്ളതല്ലാതെ ഞാൻ ഈ പടത്തിൻ്റെ മൊത്തം ഷൂട്ടിനിടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം ചിലപ്പോൾ ഞാൻ മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഒന്ന് പ്ലേ ബാക്ക് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം എനിക്കത് എൻ്റെ ഒരു പെർഫോമൻസ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു പെർഫോമൻസ് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ എനിക്ക് കോൺഫിഡൻസ് ചോരുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാക്സിമം കാണാതിരിക്കാനാണ് ശ്രമിക്കുക. ശരത്ത് നല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അതേപോലെ ചെയ്യും. കുറച്ചും കൂടെ കയറ്റാൻ പറഞ്ഞാൽ കയറ്റും, കുറച്ചും കൂടെ ഇറക്കാൻ പറഞ്ഞാൽ ഇറക്കും. അങ്ങനെ അഭിനയിക്കുന്ന ഒരു ആക്ടറാണ് ഞാൻ. പറഞ്ഞൊരു കാര്യം ഫിലിം എസ്തെറ്റിക്സിനെ പറ്റിയാണ്. ആ ഫിലിം എസ്തെറ്റിക്സ് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കടുപ്പുള്ള ചോദ്യം ചോദിക്കില്ല. അല്ല, ഇത് എനിക്കറിയില്ല. ഇപ്പം ഇത് സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകനാണ്. ഇപ്പം ഞാനിപ്പം ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമ ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് ഉണ്ടാകുന്നത്. നിനക്കുണ്ടാക്കിയ അനുഭവം ആയിരിക്കില്ല മറ്റൊരാൾക്കുണ്ടാക്കുന്നത്. അത് സിനിമ അങ്ങനെയാണ് ഓരോ പ്രേക്ഷകനിലും പ്രവർത്തിക്കുന്നത്. അതുതന്നെയാണ് അത് കലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അത് നിനക്ക് എസ്തെറ്റിക്കലി ഓക്കെ എന്ന് തോന്നും, ചിലപ്പോൾ വേറെ ആൾക്കത് ഓക്കെ ആയിട്ടും തോന്നണമെന്നില്ല. അങ്ങനെയൊന്നുമില്ല. അപ്പം അത് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ കാലങ്ങളായിട്ട് എനിക്ക് സിനിമ കണ്ടിട്ടുള്ള പരിചയത്തിൽ നിന്ന്, എനിക്ക് ഈ സൊസൈറ്റിയിൽ ഇടപെട്ടിട്ടുള്ള പരിചയത്തിൽ നിന്ന്, എനിക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ ലോകത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളതാണത്. അത് ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്. അല്ലാണ്ട് അതിനൊരു പ്രത്യേക ടെക്നിക്കൊന്നുമില്ല.